ഞങ്ങൾ ബെനീറ്റയുടെ വീഡിയോയിലുള്ള പുതിയ ഒരു പുതിയതും ഒരു പഴയ വന്നിട്ടുണ്ടോ? അതെ, നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് എവിടെ? ശ്രീ സരസ്വതി ടീ സ്റ്റാൾ, രാമശ്ശേരി ഇഡ്ലിക്കട. ഒതന്റിക് രാമശ്ശേരി ഇഡ്ഡലി അല്ലേ? അതന്നെ. ഇഡ്ഡലി വേറെന്താണെന്ന് പറയാം, പൊടി ഇഡ്ഡലി, പൊടി ഇഡ്ഡലി നമ്മള് വെയിറ്റിംഗ് ആയപ്പോ ഇത്ര ആൾക്കാരുണ്ട്. ഇതാണിതും കഴിച്ചിട്ട് വന്നപ്പോ മഴ. അതെ, പെട്ടുപോയി. ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നില്ല. ഹലോ ഗൈസ്, നമ്മളിന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട്ടുകാരുടെ സ്വന്തം രാമശ്ശേരിയിലാണ്. ഒരു ഇഡ്ഡലി കൊണ്ട് ഒരു നാട് എങ്ങനെയാണ് ഇത്രയും പേര് കേട്ടതെന്ന് ഇവിടെ വരുന്നവർക്ക് മനസ്സിലാകും. പാലക്കാട് എവിടെ നിന്നും രാമശ്ശേരി ഇഡ്ഡലി കിട്ടുമെങ്കിലും അതിന്റെ തട്ടകത്തിൽ പോയി കഴിക്കുമ്പോഴാണ് സ്വാദ് കൂടുന്നതെന്നാണ് ജ്യോതിസിന്റെ വാദം. എന്തായാലും പാലക്കാട് വരെ എത്തിയതല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഞങ്ങളും വിചാരിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വിളിക്കാത്ത അതിഥിയെ പോലെ ഞങ്ങളുടെ കൂടെ മഴയും വന്നു. കടയുടെ അകത്തും പുറത്തുമായിട്ടൊക്കെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും അവസാനം ഞങ്ങൾക്കും അങ്ങനെ സ്ഥലം കിട്ടി. പാലക്കാട് ആയതുകൊണ്ട് തന്നെ അക്ഷയുടെ സ്ഥിരം ഭക്ഷണമാണിത്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കാത്തിരുന്ന് നമ്മുടെ ഇഡ്ഡലി എത്തി. രാമശ്ശേരി ഇഡ്ഡലി മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അതിന്റെ ആകൃതിയിലാണ്. സാമ്പാറിനും ചട്നിക്കും മുളക് ചമ്മന്തിക്കും ഒപ്പം തന്നെ ഒരു അടിപൊളി ഇഡ്ഡലിപ്പൊടിയും നെയ്യും കിട്ടും. അതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതൊന്നും അറിയില്ലെങ്കിൽ ചോദിക്കണ്ട അമ്മാര്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് സമയം കളഞ്ഞ് അങ്ങനെ കഴിക്കാനുള്ള അത്ര വലിയ ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു സാധാ ഇഡ്ഡലിയുടെ ഒരു ടേസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടുത്തെ വട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു. അത് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമാ താരങ്ങളും യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ എടുത്തിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസൊക്കെ അവിടെ തന്നെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എഴുന്നേറ്റു. ഇവിടെ വരുന്ന അധികം ആൾക്കാരും ഇവിടെ ഉള്ളവരല്ല, സോഷ്യൽ മീഡിയാസിലൂടെ കണ്ടിട്ട് അങ്ങനെ ഒരു ഹൈപ്പ് കണ്ട് വരുന്നവരാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നതാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വരുവാണെങ്കിൽ നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാം. മസ്റ്റ് ട്രൈ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു വൺ ടൈം എക്സ്പീരിയൻസ് നല്ലതാണ്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഞാൻ ട്രിപ്പിന് പോയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.